തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു തൻ്റെതായ സാമ്രാജ്യം സൃഷ്ടിച്ച ഒരു ബിസിനസ്സുകാരനായിരുന്നു രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ എ ലൈഫ് ഓഫ് ബുക്ക് എന്നുള്ള ജീവചരിത്ര കുറിപ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു മലയാളിയാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? രത്തൻ ടാറ്റ 87-ാം വയസ്സിൽ ഈടെയാണ് കഥാവശേഷനായത്. ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യത്തിലെ ഒരു ശുക്ര നക്ഷത്രമായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം പത്മവിഭൂഷൺ ഒക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. JRD ടാറ്റയുടെ പിൻഗാമിയായി ടാറ്റ സാമ്രാജ്യത്തിൻ്റെ തലവനായി വന്ന ആളാണ് അദ്ദേഹത്തിൻ്റേതായ നിലയിൽ. പ്രത്യേകിച്ചും ടെസ്കോ ടാറ്റയുടെ സ്റ്റീൽ ഇൻഡസ്ട്രി വിഭാഗം ഡെവലപ്പ് ചെയ്യുന്നതിൽ അദ്ദേഹം ലോകപ്രശസ്തനായി. വി ആൾസോ മേക്ക് സ്റ്റീൽ എന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം പോപ്പുലറാക്കി. ആ കമ്പനി ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായി വളരുകയും ചെയ്തു. ടാറ്റ കുടുംബത്തിൽ അവിവാഹിതനായി ഒരു ക്രോണിക് ബാച്ചിലറായി ജീവിച്ചാണ് ടാറ്റ ഈ സമർപ്പിത ജീവിതം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ടാറ്റ കമ്പനിയുടെ ഓവറാൾ പുരോഗതിക്കും വിനിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠനവിധേയമാണോ, അത് വരും തലമുറകൾക്ക് വായിച്ച് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആണ്. കാരണം അദ്ദേഹം സൗരാഷ്ട്രീയൻ ആയിരുന്നു മതപരമായി, നമ്മൾ പാഴ്സി എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ സൗരാഷ്ട്രീയൻ മതത്തിന് പേർഷ്യൻ ഭാഷയിൽ ഒരു തത്വമുണ്ട്. ഹുമത ഹുക്ത ഹുവാർത്ത എന്നാണ്. അതിൻ്റെ അർത്ഥം നോബിൾ തോട്ട്, നോബിൾ വേർഡ്സ്, നോബിൾ ഡീഡ്സ് എന്നാണ്. ഈ തത്വം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ആളാണ് രത്തൻ ടാറ്റ. അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയിട്ടില്ല. JRD ടാറ്റയ്ക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ രത്നമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ബഹുമതി ഇല്ല എന്നതല്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഈ മാതൃകാ ജീവിതം ഇന്ത്യൻ എക്കോണമിക്ക് നൽകിയ സ്തുത്യർഹമായ സേവനം, കൂടാതെ ടാറ്റ സാമൂഹിക സേവന രംഗത്ത് അർപ്പിച്ച വിലപ്പെട്ട സംഭാവനകൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ടാറ്റയുടെ സർവീസസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ രത്തൻ ടാറ്റയുടെ കാലത്താണ് ഏറ്റവും പുഷ്കലമായത്. അങ്ങനെ ഒരു വലിയ സാമ്രാജ്യം അനന്തരഗാമികളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഏതാനും വർഷം മുമ്പ് വിശ്രമ ജീവിതത്തിലേക്ക് പോയത്. അദ്ദേഹം ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞതിന് ശേഷം IASൽ നിന്ന് റിട്ടയർ ചെയ്ത മലയാളിയായ തോമസ് മാത്യു അദ്ദേഹത്തിനെ സമീപിച്ചൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര രചന. തോമസ് മാത്യുവിനെ മലയാളികൾ അറിയും. അദ്ദേഹം പ്രത്യേകിച്ചും നമ്മുടെ എറണാകുളത്ത് 5 വർഷത്തോളം ജില്ലാ കളക്ടറായിരുന്നു. തോമസ് മാത്യു അതിനു മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്ന S കൃഷ്ണകുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. പിന്നീട് കേന്ദ്രമന്ത്രിയായി K കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടും തോമസ് മാത്യു പ്രവർത്തിച്ചിട്ടുണ്ട്. തോമസ് മാത്യുവിനെയൊക്കെ എറണാകുളത്ത് പത്രപ്രവർത്തകർക്കെല്ലാം സുപരിചിതമായി എല്ലാ ദിവസവും എല്ലാ പത്രലേഖകരെയും വിളിക്കുന്ന ഒരു ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മശേഷി അന്നേ എന്നെപ്പോലെയുള്ളവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. വൈപ്പിൻ പാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണ് യാഥാർത്ഥ്യമായത്. അതിന് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടില്ലാതെ എങ്ങനെ വൈപ്പിൻ പാലം യാഥാർത്ഥ്യമാക്കാം എന്ന് അദ്ദേഹം ഇവിടെ ജില്ലാ കളക്ടറായി ചാർജ് എടുത്ത ആദ്യത്തെ മാസം തന്നെ പ്രധാനപ്പെട്ട ചില പത്രലേഖകരുമായിട്ട് കൂടിയാലോചിച്ച് ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അർജൻറ്റായി വേണ്ടുന്ന പദ്ധതികൾ ഏതാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിലാദ്യം ഉയർന്നു വന്ന ഒരു പ്രോജക്റ്റാണ് വൈപ്പിൻ പാലം. ആ വൈപ്പിൻ പാലത്തിൻ്റെ വിശദാംശങ്ങൾ, അതിനു മുമ്പ് അതിനുവേണ്ടി നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതേപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകളുണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം അദ്ദേഹം ഈ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് ഗവൺമെൻറ്റിൻ്റെ 5 പൈസ ഇല്ലാതെ ഗോശ്രീ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നൊരു സ്ഥാപനം രൂപീകരിക്കുകയും അതിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും ആ കമ്പനിയുടെ പേര്, ആ സ്ഥാപനത്തിൻ്റെ പേര് ഗോശ്രീ വികസന അതോറിറ്റിയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിയിലെ കായലുകൾ നികത്തി
ആ സ്ഥലം ഒരു അർബൻ വിലയ്ക്ക് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് ഈ പാലം നിർമ്മിക്കാം എന്നായിരുന്നു. ആ പദ്ധതി, ആ ഭാവനയാണ് ഈ പാലങ്ങളുടെ 4 പാലങ്ങൾ നിർമ്മിച്ച് ഒറ്റപ്പെട്ട് കിടന്ന വൈപ്പിൻ ദ്വീപിനെ പ്രധാന ഐലൻഡിനോട്, എറണാകുളത്തോട് യോജിപ്പിച്ചത്. കൊച്ചി അങ്ങനെ അത് കൊച്ചിയുടെ സർവ്വതോമുഖമായ ഒരു വികസന രേഖയായി മാറി. ഇന്ന് വല്ലാർപാടും കണ്ടെയ്നറൊക്കെ വന്നപ്പോൾ അതിന് ശേഷമാണ് വന്നത്. അത് ഈ പാലം നിർമ്മാണം ഒരു ഭ്രാന്താണോ എന്ന് സംശയിച്ചൊരു സാധാരണ മനുഷ്യർക്ക് ഒരു സംശയമുണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ തലവനായിട്ട് കുര്യൻ, ഇദ്ദേഹത്തിൻ്റെ തന്നെ IAS ബാച്ച്മേറ്റ് ആയിരുന്നു. പിന്നെ GCDA സ്റ്റേഡിയം കൊണ്ടുവന്നു, അത് ഒരു IPS ഓഫീസർ, അത് കുര്യൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അപ്പോൾ ഈ 3 പ്രോജക്റ്റും ഏറെക്കുറെ ഒരേ കാലത്താണ് നടന്നത്. അപ്പോൾ ഇതേപ്പറ്റി വിമർശനാത്മകമായും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അന്ന് മുഖ്യമായും മാധ്യമം എന്ന് പറയുന്നത് പത്രങ്ങളാണ്. പത്രങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. എഴുതാൻ ഇവർ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്തു. എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എഴുതണം എന്ന് തോമസ് മാത്യു ഒക്കെ എന്നെ പോലെയുള്ളവരോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കർമ്മശേഷി ഉള്ള പലരും അസാധ്യമാണെന്ന് കരുതുന്ന പദ്ധതികൾ ഏറ്റെടുക്കാൻ മിടുക്കനാണ് തോമസ് മാത്യു. അദ്ദേഹം പിന്നെ IAS പ്രൊബേഷനായിരിക്കുമ്പോൾ തിരുവല്ലയിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ സ്റ്റേഡിയം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. തിരുവല്ലയിലെ പിന്നെ IAS പ്രൊബേഷനായിട്ട് അസിസ്റ്റൻറ്റ് കളക്ടറായിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. അവിടെ നിന്നാണ് പിന്നീട് മന്ത്രിയുടെ സ്റ്റാഫിൽ പോയതും എറണാകുളത്ത് കളക്ടറായി വന്നതുമൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം കരുണാകരൻ്റെ സ്റ്റാഫിൽ നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹം ദീർഘകാലം കേന്ദ്ര സർവീസിലായിരുന്നു. പിന്നെ PhD ഒക്കെ നേടാൻ വേണ്ടി വിദേശ സർവകലാശാലയിൽ നിന്ന് ആണ് അദ്ദേഹത്തിൻ്റെ PhD എന്ന് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഇന്ത്യൻ സർവീസിൽ നിന്ന് വിട്ട് പഠനവും ഗവേഷണവുമായിട്ട് വിദേശത്തായിരുന്നു ദീർഘകാലം. പിന്നീട് തോമസ് മാത്യുവിനെ കുറിച്ച് കേൾക്കുന്നത് രത്തൻ ടാറ്റയുടെ ബയോഗ്രഫി എഴുതുന്നു എന്നാണ്. അതൊരു വലിയ പ്രോജക്റ്റായിട്ട് അദ്ദേഹം ഹാർപ്പർ കോളിൻസിന് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഈ പുസ്തക പ്രസാധകർ വലിയ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് ചെയ്തിട്ടാണ് രത്തൻ ടാറ്റയുടെ ജീവചരിത്രം എഴുതാൻ ഏൽപ്പിക്കുന്നത്. രത്തൻ ടാറ്റയോടൊപ്പം ജീവിച്ച് 2-3 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തുക്കളെയും സഹപാഠികളെയും ബന്ധുക്കളെയും കമ്പനി വ്യവസായ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം കണ്ട് സംസാരിച്ച് ഒരു വലിയ പഠന പദ്ധതിയായിട്ട് ഏറ്റെടുത്താണ് ഈ പുസ്തകം പൂർത്തിയാക്കിയിരിക്കുന്നത്. രത്തൻ ടാറ്റ എ ലൈഫ് എന്നാണ് പുസ്തകം. 1500 രൂപയോളം വിലയുള്ള ഒരു പുസ്തകമായിട്ടാണിത്. എൻ്റെ ഫസ്റ്റ് എഡിഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പുസ്തകം ഞാൻ വായിച്ചില്ല. വായിച്ച ഒരാളിൻ്റെ റിവ്യൂ ഞാൻ ഈ അടുത്ത കഴിഞ്ഞ ദിവസം കണ്ടു. അത് ഇന്ത്യയിലെ പൈനിയർ പത്രത്തിലാണ് അതിൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ് വന്നത്. അതിൽ മലയാളിയായ കുമാർ ചല്ലപ്പൻ എഴുതിയ റിവ്യൂ ആണ് ഞാൻ വായിച്ചത്. ആ പുസ്തകത്തെപ്പറ്റി പ്രശംസാപൂർവമാണ് ആയിട്ടാണ് അത് അപ്രിസിയേഷൻ വന്നിരിക്കുന്നത്, റിവ്യൂ വന്നിരിക്കുന്നത്. ഇതാണ് ഈ രത്തൻ ടാറ്റയുടെ ബയോഗ്രഫിയെക്കുറിച്ചുള്ള കഥ. തോമസ് മാത്യുവിനെ പോലൊരു മലയാളി ഇത്തരം ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് ശരിക്കും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ രത്തൻ ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചും നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നും അത്രയും തലയെടുപ്പോടു കൂടി തന്നെ നിൽക്കുന്നൊരു കമ്പനിയാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാറിൻ്റെ അഭിപ്രായം? അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാതന്ത്ര്യാനന്തരം ഇത്രയും പോഷിപ്പിച്ചിട്ടുള്ള മറ്റൊരു ബിസിനസ് സ്ഥാപനം വേറെയില്ല. അവരുടെ ധാർമ്മികതയാണ്, ബിസിനസ്സിലെ ധാർമ്മികതയാണ് ഏറ്റവും മാതൃകാപരം. അതൊരു ബിസിനസ് സ്ഥാപനമാണ്. തീർച്ചയായും ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുന്നതിൽ ലാഭം ഒരു പ്രധാന ഘടകമാണ്. അതിനകത്ത് മുതലാളിത്തത്തിൻ്റെ അംശമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ 1947 ഒരു ഗവൺമെൻറ് സ്വതന്ത്രമായതിനു ശേഷം ആദ്യത്തെ ഇൻ്ററിം ഗവൺമെൻറ് വരികയും പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നെഹ്റു ഗവൺമെൻറ് തുടർന്നു പോരുന്ന ഒരു നയമുണ്ട്. ഏകദേശം 47 മുതൽ 91 വരെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഹാങ് ഓവറിലായിരുന്നു.
സ്ഥിതി സമത്വം, തൊഴിലാളി വർഗത്തിന് എൻ്റെ ക്ഷേമം, പൊതുമേഖല, ഇങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കെ ഇത് പാടില്ല. ഈ വെൽത്ത് ക്രിയേഷൻ, സമ്പത്ത് ഉൽപ്പാദനം സ്വതന്ത്രമായിട്ട് നിർത്തണം എന്ന് വാദിച്ച ആളാണ് രത്തൻ ടാറ്റയുടെ മുൻഗാമിയായ JRD ടാറ്റ. അദ്ദേഹം ആദ്യ അവസാനം നെഹ്റുവിനെ ഉപദേശിച്ചത്, നിങ്ങൾ സാമ്പത്തിക മേഖലയിൽ നിങ്ങളീ പറയുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പം കൊണ്ടുവരരുത്. അവിടെ സ്വതന്ത്രമായ ആളുകളെ വിഹരിക്കാൻ വിട്ടാൽ നല്ല സംരംഭകർ രാജ്യത്ത് വളർന്നു വരികയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വിപുലപ്പെടുകയും ചെയ്യും. പക്ഷേ നെഹ്റു അത് കേട്ടില്ല. നെഹ്റു സോവിയറ്റ് ഹാങ് ഓവറിലായിരുന്നു. USSRമായിട്ടുള്ള സൗഹൃദവും ഒരു അമേരിക്കയോടുള്ള ഒരു അകൽച്ചയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും തുടർന്നു പോരുന്നു. കാരണം ഒരു ഫേബിയൻ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ സോഷ്യലിസ്റ്റ് എന്നൊക്കെ നെഹ്റുവിനെ പരിഹസിച്ച് CM സ്റ്റീഫൻ പോലെ വരെ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് പോലും പിടിക്കുന്നില്ലായിരുന്നു നെഹ്റുവിൻ്റെ ഇത്തരം നയങ്ങൾ. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലേക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അതിനെ പകർന്ന് അത് സോവിയറ്റ് യൂണിയൻ്റെ സപ്തവത്സര പദ്ധതിയുടെ ഒരു പരാവർത്തനമായിരുന്നു. അവിടെ 7 വർഷം കൊണ്ടാണ് പ്ലാനിങ് നടക്കുന്നത്, ഇവിടെ 5 കൊല്ലമാക്കി. അതിന് KN രാജനെ പോലെയുള്ള ഇടതുപക്ഷ മനോഭാവമുള്ള ആളുകളുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥിതി സമത്വം പൊതുമേഖല എന്ന സങ്കല്പത്തിൽ കാലത്ത് അതിനിടയിൽ വളരെ ഞെരുങ്ങിയ സാവകാശമാണ് JRD ടാറ്റയ്ക്ക് പോലെയും ബിർളയെ പോലെയും ഉള്ള, ബിർളയൊക്കെ കോൺഗ്രസ്സിന് സ്വാതന്ത്ര്യ സമര കാലത്ത് ഫണ്ട് ചെയ്ത സ്ഥാപനങ്ങളാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ നിലനിർത്തിയ ബിസിനസ് ഗ്രൂപ്പാണ് ബിർള ഗ്രൂപ്പ്. അദ്ദേഹം ബിർള മന്ദിരത്തിൽ ഇന്ന് സമീപത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പം അങ്ങനെ ഉള്ള ഒരു സങ്കല്പത്തിൽ ഇന്ത്യ ദീർഘകാലം പോയി. അതിൻ്റെ കെടുതി ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ച വളരെ സ്ലോ പേസിലായിരുന്നു, വളരെ സാവകാശമായിരുന്നു. പക്ഷേ 91 ലോകക്രമം മാറി, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. സമ്പദ്ഘടനയെക്കുറിച്ചുള്ള നമ്മുടെ സാമ്പത്തിക വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറി. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയ രീതികളെല്ലാം വന്നപ്പോൾ ഇന്ത്യക്കും അതിനനുസരിച്ച് മാറാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ PV നരസിംഹറാവു ഗവൺമെൻറ്റാണ് നമുക്ക് ഈ പ്രൈവറ്റൈസേഷൻ ഒരു പോളിസിയായിട്ട് കൊണ്ടുവരികയും അത് ആ കാലത്താണ് രത്തൻ ടാറ്റയ്ക്ക് ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയത്. അതേ തുടർന്ന് വന്നത് എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വന്നു. ഇന്ത്യയിലെ ഇന്നത്തെ സർവീസ് സെക്ടറിൽ IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനേക്കാളും ആകർഷകമായ സർവീസ് ടാറ്റ സർവീസാണ്. ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IASനേക്കാളും ആകർഷകമാണ്. മെച്ചപ്പെട്ട സേവനം, മെച്ചപ്പെട്ട സർവീസ് കണ്ടീഷൻസ്. അങ്ങനെ ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി ചേരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ത്യയിലുണ്ട്. അത് ജംഷഡ്പൂരിൽ ഗംഭീരമായ ട്രെയിനിങ് കൊടുക്കും. പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്ന ഗവേഷണ സ്ഥാപനം, അത് നമ്മുടെ സയൻസിനും ടെക്നോളജിക്കും കൊടുത്തിരിക്കുന്ന സംഭാവന ഇന്ത്യ ഗവൺമെൻറ് ആ മണ്ഡലത്തിൽ ചെയ്തതിനേക്കാൾ വലുതാണ്. നമ്മുടെ KR നാരായണൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ എക്കണോമിക്സിൽ റിസർച്ച് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ എത്ര കാലം മുമ്പേ അതുണ്ട്. അപ്പോൾ അങ്ങനെ ഗവേഷണ മണ്ഡലത്തിലും ശാസ്ത്ര പരീക്ഷണത്തിലും ഒക്കെ വലിയ രാജ്യസേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സാമ്പത്തിക ഉദാരീകരണ കാലത്തെ ഒരു ഹീറോ ആണ് രത്തൻ ടാറ്റ. അത് ഈ പുസ്തകം വായിച്ചാൽ കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതാണ് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് റിട്ടയർ ചെയ്ത IAS ഓഫീസറായ തോമസ് മാത്യു ഇവിടെ ചേർന്നത്, ഈ പ്രോജക്റ്റുമായിട്ട് ചേർന്നത്. അത് ഫലവത്തായിരിക്കുന്നു. ആർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായ മാതൃക മനുഷ്യൻ്റെ പഠന ബയോഗ്രഫി, ഒരു പാഠപുസ്തകം പോലെ വായനക്കാരുടെ കൈകളിലെത്തുകയാണ്. എന്നും ആ രത്തൻ ടാറ്റയോടൊപ്പം നമ്മുടെ മലയാളിയായ തോമസ് മാത്യുവിനെയും നമുക്ക് ഓർക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.